വാക്കു പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന കർത്താവിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തെ തൊടുക, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ പ്രത്യാശയെ വർദ്ധിക്കത്തക്ക നിലയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് കർത്താവ് ജീവിതത്തെ ധന്യമാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി മാറുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം 11 വാക്യം. അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെ അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. നമുക്ക് വളരെ പരിചയമുള്ളൊരു പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ നിന്ന് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ വൈതിലെ ഈ സ്ഥിതി മാറും. ഈ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്. ജീവിതത്തിൻ്റെ തലങ്ങൾ എപ്രകാരം ആയിരിക്കുന്നു എന്നല്ല, ഏത് താഴ്ചയിലേക്ക് കടന്നുപോയെന്നല്ല, ഏത് സ്ഥിതി വരണ്ടും വരൾച്ചയുടെ മണ്ഡലങ്ങളാകുന്നു എന്നല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്ന ദൈവം ഇതിൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ആഴമായി പ്രത്യാശിക്കുവാൻ, ആഴമായി വിശ്വസിക്കുവാൻ ഇടയാകുന്നൊരധ്യായമാണ് ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം. ചാരത്തിരുന്ന മനുഷ്യന്, ചാരത്തും പൊടിയിലുമിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതസ്ഥിതി ഇതാ അകന്നു പോയവരൊക്കെ അടുക്കൽ വന്നിരിക്കുക, വീട്ടിൽ വന്നിരിക്കുക. പരിചയമുള്ളവരൊക്കെ വീട്ടിൽ വന്നിരിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ മടങ്ങി വരാൻ പോവാ. നഷ്ടപ്പെട്ടതൊക്കെ ദൈവം മടക്കിത്തരാൻ പോവാ. ശത്രു കൂടാരത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തിയതിനെ ദൈവം തിരിച്ചു വരുത്താൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ശക്തമോ ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലെ പരിചയമുള്ളവരൊക്കെ ഇയ്യോബിൻ്റെ തകർച്ചകൾ കേട്ടു, ഇയ്യോബിൻ്റെ ശൂന്യതകൾ അറിഞ്ഞു. ആരും അടുക്കൽ വന്നില്ലല്ലോ. സ്നേഹിതന്മാർ അടുക്കൽ വന്നു, എന്നാൽ പരിഹാസവും വിമർശനവുമായി മാത്രം മറ്റ് ജീവിതങ്ങളൊക്കെ അകന്നുപോയി, പരിചയക്കാരൊക്കെ അകന്നുപോയി. ദൈവത്തിൻ്റെ വൈതിലെ ചില കെടുതികൾ നിമിത്തം പരിചയമുള്ളവർ പോലും അകന്നിരിക്കുകയല്ലേ. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ ശൂന്യത നിമിത്തം, ഈ കെടുതികൾ നിമിത്തം ചിലരൊക്കെ അകന്നു നിൽക്കുകയല്ലേ. കർത്താവ് മാനിക്കും കേട്ടോ. പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തെ നോക്കി ദൂത് വെളിപ്പെടുത്തുക. ചിലത് സംഭവിച്ചതുകൊണ്ട്, ചില വഴികളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നതുകൊണ്ട് ചില ബന്ധങ്ങളൊക്കെ അകന്നിരിക്കുക, പരിചയമുള്ളവരൊക്കെ അകന്നിരിക്കുക. ദൈവത്തിൻ്റെ വൈതിലെ അടുത്തിരിക്കുന്നൊരു ദൈവമുണ്ട്, കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. എത്ര ബന്ധങ്ങൾ അകന്നിരിക്കുമ്പോഴും, എത്ര പരിചയമുള്ളൊരു ദൂരത്തേക്ക് മാറി നിൽക്കുമ്പോഴും പ്രതികൂലത്തിന് നടുവിൽ സഹായിക്കാൻ കഴിയുന്ന കരവുമായി, അധികാരമായി, ശക്തിയുള്ളവനായ ദൈവം കൂടെയുണ്ടെന്ന് ആ ദർശനവും വെളിപ്പാടും പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ തലങ്ങളിലേക്ക് ആഴമായി പകർന്നു തരുന്ന ദൂതാഴമായി വിശ്വസിക്കട്ടെ. പരിചയമുള്ളവരൊക്കെ തകർച്ചകളും പരാജയങ്ങളും ആ തലങ്ങൾ കണ്ടവർ ഇതാ ദൈവം അങ്ങനെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. യോബിൻ്റെ ജീവിതത്തിൽ ആ സ്ഥിതിയിലേക്ക് വന്നിട്ടും, തകർച്ചയിലേക്ക് വന്നിട്ടും ദൈവം എൻ്റെ തീരുമാനിക്കുക, ദൈവം അവസാനം തീരുമാനിക്കുക. ആരംഭവും അവസാനം അറിയുന്ന ദൈവം അവസാനം നിർണയിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തെയാ. ദൈവത്തിൻ്റെ പൈതലെ ഈ പ്രാർത്ഥന, ഈ വിശ്വാസത്തിൻ്റെ തലം ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ദൂത് ആഴമായി ഏറ്റെടുത്തു. ഒരു മഹത്വം, അകന്നുപോയൊരു മഹത്വം കാണും കേട്ടോ. അകന്നിരിക്കുന്ന ജീവിതങ്ങൾ യോബിൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തിയതുപോലെ ഒരു മഹത്വത്തിൻ്റെ പ്രവർത്തി തലങ്ങൾ കൂടാരത്തിലുണ്ട്. അകന്നിരിക്കുന്നവരും ജീവിതത്തിൽ ഇന്ന് വില തരാത്തവരും അവൻ വളരെ പുച്ഛത്തോടെ നോക്കുന്നവരൊക്കെ വീട്ടിൽ വരും.
എല്ലാവരും മഹത്വം കാണാ, ദൈവത്തിൻ്റെ മഹത്വം കാണാ. ഇന്ന് പരിശുദ്ധാത്മാവ് പല കുടുംബങ്ങളോട് പ്രവചിക്കുക, പല കുടുംബങ്ങളോട് ദൂത് വെളിപ്പെടുത്തുക. അകന്നു പോയവർക്ക് മഹത്വം ഒന്ന് വെളിപ്പെടട്ടെ. അടുത്ത് വരുന്നത് നോക്കിക്കോ, മഹത്വം ഒന്ന് ഇറങ്ങട്ടെ, ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് വെളിപ്പെട്ട് വരട്ടെ. എത്ര വിദൂരയിലേക്ക് പോയതും അടുത്ത് വരാൻ പോവാ. ആ നിലവാരത്തിൽ ദൈവം സ്ഥിതിയെ തൊടുന്നു. സ്ഥിതികളുടെ മേൽ കർത്താവിൻ്റെ വർധനവിൻ്റെ കരം ശക്തിയോടെ ചലിക്കാൻ പോവാ. ഭവനത്തിൽ വന്ന യോവിൻ്റെ വീട്ടിൽ വന്നവർക്കൊക്കെ വചനം പറയുന്നു, ഓരോരുത്തരും അവൻ ഓരോ പൊന്നാണിയോ ഓരോ പൊന്മോതിരവും കൊടുത്തുവെന്ന്. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യവാ. തകർച്ച കിടന്ന, ശൂന്യത കിടന്ന മനുഷ്യൻ കൊടുത്തതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. ദൈവത്തിൻ്റെ വൈതിലെ കൊടുക്കുന്ന വ്യക്തിയാക്കി ദൈവം തീർത്തു. നീ വായ്പ വാങ്ങുകയല്ല, കൊടുക്കുന്നതായിട്ട്. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വമുണ്ട്, ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ ഉയർച്ചയുണ്ട്. അപ്രകാരം ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് വെളിപ്പെടുത്താൻ പോവുക. ഈ സ്ഥിതി മാറും, ഈ അവസ്ഥ മാറും, ഈ സാഹചര്യം മാറും. ഒരു ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഈ ശൂന്യതയുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ശബ്ദത്തിനായി സ്തോത്രം, ദൂതിനായി സ്തോത്രം. കർത്താവേ, ഈ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം കൊടുത്ത് അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അകന്നിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് മഹത്വം വെളിപ്പെടുത്തി കൂട്ടിവരുത്താൻ പോകുന്നതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.